ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇറച്ചിയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പരട്ടി വയ്ക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. നമുക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഭാഗമുണ്ട്. ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നമുക്ക് പാകത്തിന് എടുക്കാം. ഇനി ഇറച്ചി മസാല പോകും, ചെറിയ ടീസ്പൂണുണ്ട്, 2 ടീസ്പൂൺ. പിന്നെ ഇനി നല്ലപോലെ കുറച്ച് വെള്ളുള്ളി ഇഞ്ചിയും കൂടി ചതച്ചാണ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. പിരിഞ്ഞ് എന്നിട്ട് ഒരു അരമണിക്കൂർ എടുത്ത് വയ്ക്കുക. ഒരു മണിക്കൂർ എടുത്ത് വയ്ക്കാം. മൂടി വയ്ക്കാട്ടെ. തല തേച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ, ഒന്ന് ലേശം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വേവിച്ചെടുക്കാം. ഇത്ര വേണ്ടാൽ മതി. നല്ലപോലെ വേവിച്ചിട്ടില്ല, ചോറിൻ്റെ ഉള്ളിൽ ഇട്ട് വേവിക്കും. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ബിരിയാണി ചേർക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുക്കാട്ടെ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേവിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ, തിരികെ ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് മുരിച്ചെടുക്കാനാണ്. നമുക്ക് ബിരിയാണി വയ്ക്കാൻ ബസ്മതി റൈസാണ്. ഒരു പാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്താം. ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇഞ്ചിയും ഇതൊക്കെ വറന്നിട്ടുണ്ട് എന്നത്. നമുക്ക് ഒരു 4 തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് ഞാൻ സോണക്കുന്നുണ്ട് ബിരിയാണി. നമ്മുടെ തക്കാളി സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരി എടുത്ത പാത്രം കൊണ്ട് ഒരു പാത്രം, 2 പാത്രം, അരപാത്രം കൂടി അത് ഇറച്ചി വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതൊരു അരപാത്രം ഉണ്ടാവും. അങ്ങനെ 2 പാത്രം വെള്ളവും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ കുറച്ചുണ്ട്. ഉപ്പൊക്കെ പാകത്തിട്ട് ഇട്ടുണ്ട്. നമുക്ക് അരിയിട്ട് കൊടുക്കാം. കുതിർത്തി വെച്ചാണ്. അതിൽ കുറച്ച് വെള്ളം കിട്ടാൻ മതി കേട്ടോ. നമുക്ക് അര ചെറുനാരങ്ങ പിഴിഞ്ഞാണ് ഒഴിച്ചു കൊടുക്കും. വിസിലിട്ടിട്ട് വേവിക്കുമ്പോൾ ഇറച്ചി നമ്മൾ നിന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇറച്ചി ചോറിന് 2.25 വെച്ചാൽ മതി. ഇങ്ങനെ വേവിക്കുമ്പോൾ 2.5 പാത്രം തന്നെ വെക്കണം. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.